ഡി സൂചിയും കൈ വെച്ചോണ്ട് എന്തോ സ്വപ്നം കണ്ടിരിക്കുവാ. ചേട്ടൻ ഇപ്പൊ കൂടി കൂടി വരുവാ ചേച്ചി. എന്നോട് ഒരു സ്നേഹവും ഇല്ല. ഇന്നലെയാണെ കഴിക്കാൻ കൊടുത്ത ഭക്ഷണം വരെ വലിച്ചെറിഞ്ഞു. എടി ഇതൊക്കെ കല്യാണം കഴിഞ്ഞ വീടുകളിൽ സർവ്വസാധാരണമാണ്. എടി ആണുങ്ങൾ കല്യാണത്തിന് മുമ്പ് അഴിച്ചുവിട്ട കാളയെ പോലെ അതിനെ മെരുക്കി നിർത്താനാ പെണ്ണ് കെട്ടിച്ചു കൊടുക്കുന്നത്. നീ കുതിരയെ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ മൂക്കിൽ കൂടെ കയറ്റിയ കയറിൻ്റെ രണ്ടറ്റം അത് ഓടിക്കുന്നവൻ്റെ കൈകളിലുണ്ടാവും. അതാവണം ഭാര്യ. അതെങ്ങനെയാണ് ചേച്ചി? ബുദ്ധിമുട്ടും പ്രാരാബ്ദവും ഇല്ലായ്മയും എപ്പോഴും അവനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തോണ്ടേയിരിക്കണം. അവൻ അധ്വാനിക്കുന്ന പൈസ നിന്റെ കയ്യിൽ എത്തുന്ന വിധത്തിലാക്കണം. അതെങ്ങനെ? ആദ്യം അവൻ്റെ തൊട്ടി കൂട്ടുകാരെ ഒഴിവാക്കണം. കൂട്ടുകാരെ വിട്ട് ഒരു കളിക്ക് നിൽക്കില്ലേ ചേച്ചി? എന്നാ നീ അവൻ്റെ മുറിയിൽ നിന്ന് മാറിക്കിടന്ന് നോക്ക്. അതൊക്കെ ഞാൻ ചെയ്യാറുള്ളതാ ചേച്ചി. ആണോ? എന്നാൽ അവസാനത്തെ ഒരടവുണ്ട്. നീ നിന്റെ തുണിയും മണിയും എടുത്തോണ്ട് നിന്റെ വീട്ടിൽ പോയി ഒരാഴ്ച നിൽക്കി. രണ്ടിൻ്റെന്ന് അവൻ പാട്ടും പാടി വരും. വരുമോ ചേച്ചി? പിന്നല്ലാതെ. അവൻ വരുമ്പോൾ നീ താലപ്പൊലിയായിട്ട് നിൽക്കരുത്. തരം കിട്ടിയ മുറിക്കകത്ത് കയറ്റി അവൻ്റെ കവാല നോക്കി ഒന്ന് പുകച്ചേക്ക്. അയ്യോ ചേച്ചി, പ്രശ്നമാകത്തില്ലേ? എന്ത് പ്രശ്നമെടി? ലോകത്ത് ആത്മാഭിമാനമുള്ള ഒരു ഭർത്താവും ഭാര്യ തല്ലിയെന്ന് പുറത്ത് പറയത്തില്ല. പെണ്ണിന്റെ മുന്നിൽ പത്തി മടക്കാത്ത ഒരാണും ഇല്ലടി. ഇതോടുകൂടി നന്നാവേണ്ടവനാണെങ്കിൽ അവൻ നന്നായിക്കൊള്ളും.